പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തി. സംഘർഷമുണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചു. പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാണ് സതീശന്റെ വിലയിരുത്തൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, ഒരു തലസ്ഥാനം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ സംഘർഷമാണ് അന്ന് ഉണ്ടായത്. അത് പൊടുന്നനെ ഉണ്ടായ ഒരു സംഘർഷമല്ല എന്ന് നമുക്കറിയാം. കാരണം രാവിലെ മുതൽ ആളുകൾ കൂട്ടമായി എത്തുന്നു, അവരുടെ പ്രതിഷേധങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സംവിധാനം വളരെ വിജിലന്റ് ആയിരിക്കുകയും ചില സംഭവങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യുകയും മനസ്സിലാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ എങ്ങനെയാണ് ആ വീഴ്ചയെ കാണുന്നത്? ഈ റെയ്ഡും അതിനെ തുടർന്നുണ്ടായ സംഘർഷവും അടിമുടി വീഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യം ആഭ്യന്തര വകുപ്പ് തുറന്ന് പറഞ്ഞില്ലെങ്കിലും അത് അവർ അനൗദ്യോഗികമായിട്ടാണെങ്കിലും സമ്മതിക്കുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് വിവരങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ശരിയാണ്, ഇത്തരത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് പോലീസിന് സാധാരണ രീതിയിൽ വിവരം നൽകാറില്ല. കാരണം അത്തരത്തിൽ വിവരം നൽകി കഴിഞ്ഞാൽ ആ വിവരം ചോരാനുള്ള സാധ്യതയുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ മാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ കണക്ക് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഈ പരിശോധനയ്ക്ക് എത്തിയതിനു ശേഷം ഏകദേശം 8 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഇ.ഡി. സംഘം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നത്. അതിനിടെ രാവിലെ മുതൽ ആളുകൾ തമ്പടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ വരുന്ന സമയം മുതൽ പോലീസ് കാര്യക്ഷമമായി ഇടപെടേണ്ടതായിരുന്നു. അവർ ഈ സ്ഥലത്തേക്ക് പ്രവർത്തകരെ വരുന്നത് തടയേണ്ടതായിരുന്നു. ഇനി പ്രവർത്തകർ വന്നെങ്കിൽ പോലും അവരെ നിയന്ത്രിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷ നൽകിയില്ല. അതുമാത്രമല്ല, അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ വെറും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു പോലീസ് സേനയാണ് കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ സംഭവങ്ങളിലൊക്കെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തുടർ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തന്നെ അനൗദ്യോഗികമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പാലനത്തിന് ഏറ്റവും ചുമതല ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് CI പ്രശാന്തിനെയാണ് പറയുന്നത് പോലെ ഇതിന്റെ ചുമതലയായി നിയമിച്ചിരുന്നത്. പക്ഷേ പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഒരു അക്രമ സാധ്യത കണക്കിലെടുത്ത് ആ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയോ അതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതുമാണ്. അതുകൊണ്ട് പ്രശാന്തിനെതിരെ വൈകാതെ തന്നെ നടപടിയിലേക്ക് കടക്കും എന്നുള്ളൊരു സൂചനയാണുള്ളത്. ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ട്. കർശനമായ നടപടി വേണമെന്നുള്ളത് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ മികച്ച ഒരു പോലീസ് സംവിധാനമായിരിക്കും, അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. ഈ മൗനം തുടരുന്നതിന് ഇത്തരത്തിൽ വീഴ്ച സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടാകും, അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു കണക്കൂട്ടൽ കൂടിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഒരു കൃത്യമായ മറുപടിയിലേക്ക് മുഖ്യമന്ത്രി കടക്കാത്തത് എന്നുള്ളതാണ്. എന്തായാലും ഇതിലുള്ള ഒരു നീരസം ആഭ്യന്തര വകുപ്പിനെയും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കർശനമായൊരു നടപടിയിലേക്ക് പോകണം എന്നൊരു ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്.